നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലന വിഭാഗത്തെ ഏറ്റവും സമർത്ഥമായി കുറ്റമറ്റ രീതിയിൽ, അതുപോലെ ഈ കേരള സഭയിലെ ഏറ്റവും നല്ല വിശ്വാസ പരിശീലന വിഭാഗമായി നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മൗറേലിയച്ച അച്ഛൻ്റെ നേതൃത്വവും അച്ഛൻ്റെ സംഘാടക പാടവത്വവും നമ്മുടെ ഈ വിശ്വാസ പരിശീലന വേദിക്ക് പുതിയ ഉണർവും ഊർജവും പകർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ നമ്മുടെ ഡയറക്ടറായ ഫാദർ പോൾ മൗറേലി അച്ഛനെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. നല്ലൊരു കയ്യടി അച്ഛന് നൽകാവുന്നു. മാലാഖയെ പോലെ സൗമ്യനായ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് നമുക്കുള്ളത്. അത് നമ്മുടെ പ്രിയപ്പെട്ട സച്ചിൻ മാമ്പുഴയ്ക്കൽ അച്ഛനാണ്. അച്ഛൻ്റെ നിഷ്കളങ്കവും നിർമ്മലവുമായ നേതൃത്വം ഈ വിശ്വാസ പരിശീലന വേദിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതൃകയും പ്രചോദനവുമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന മാസ്റ്റർ അർവിൻ ഷിനു, അർവിൻ അസാധാരണ പ്രതിഭയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ 60,000 കുട്ടികളിൽ നിന്ന് ഏറ്റവും പ്രതിഭയുള്ള ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. അർവിൻ അപ്രകാരം പ്രതിഭാസംഗമത്തിൽ മുൻനിരയിലെത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ്. അർവിനും ഞാൻ നല്ല ഒരു ആശംസ നേരുന്നു. തുടർന്ന് നമ്മുടെ വേദിയിലുള്ള മരിയ ടീച്ചറിനെ പ്രത്യേകം സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് വളരെ കൃപയാർന്ന ശുശ്രൂഷയാണ്. അതൊരു സുവിശേഷവൽക്കരണമാണ്. നാം അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, സ്വർഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ മതാധ്യാപകരായിരിക്കും എന്ന്. കാരണം മതാധ്യാപകർ അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം ഈ സത്യവിശ്വാസം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ബോധപൂർവം സമയം കണ്ടെത്തി അതിനുവേണ്ടി ജീവിതം വ്യയം ചെയ്യുക. ഒരു രൂപ പോലും പ്രതിഫലം പറ്റാതെ ഇത്രയും നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ പറ്റുന്ന മറ്റാരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. പ്രിയപ്പെട്ട മതാധ്യാപകരെ, നിങ്ങൾ ഈ സഭയുടെ അഭിമാനമാണ്. നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ സേവനം നിങ്ങൾ സംലഭ്യമാക്കിയിരുന്നില്ല എങ്കിൽ നമ്മുടെ സഭയുടെ വിശ്വാസം ഇതുപോലെ ഫലപ്രദമായി കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പ്രിയപ്പെട്ട മതാധ്യാപകരെ, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളോട് ഈ സഭയ്ക്കുള്ള വലിയ കടപ്പാട് ഹൃദയപൂർവ്വം ഞാൻ ഏറ്റുപറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ മതബോധനം കൊണ്ട് എന്ത് പ്രയോജനമാണ്? 12ാം ക്ലാസ് വരെയും പഠിച്ചിട്ട് എന്ത് ഗുണം കിട്ടി? അവിടെ ഇവിടെ ആരെങ്കിലും ഒരാൾ അന്യമതസ്ഥരുമായി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വേദപാഠം തന്നെ അപ്രസക്തമാണ് എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ വേദപാഠം നമ്മെ നിലനിർത്തുന്ന സത്യമാണ്. മറ്റ് മതവിഭാഗങ്ങളിലൊന്നും ഇതുപോലെ ഈ കൃത്യമായ മതപരിശീലനം നമുക്കറിയാം. മുസ്ലിം സമുദായത്തിൽ എല്ലാ ദിവസവും ഉണ്ട് മദ്രസ പരിശീലനം. അതേസമയം ഹൈന്ദവ സഹോദരങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. അതൊന്നും ഇല്ലാതെ അവർ നന്നായി ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. എനിക്ക് അതിനൊരു ഉത്തരമായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ്, നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു ദൈവത്തിൽ 3 ആളുകളുണ്ട്. അപ്പോൾ 3 ദൈവമാണോ? അതെയോ? അല്ല. പിന്നെയോ? ഒരു ദൈവം. ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ദൈവം
മരണമില്ലാത്തവനാണ്, അമർത്യനായ ദൈവം. ആ ദൈവം കുരിശിലേറി മരിച്ചു എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. അതെങ്ങനെയാണ് ഈ വൈരുദ്ധ്യങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അതായത് പരിശുദ്ധ കന്യകാമാതാവ്, നമ്മുടെ എല്ലാവരുടെയും സ്വർഗീയ അമ്മയായ പരിശുദ്ധ മറിയം ഒരേ സമയം അമ്മയും നിത്യകന്യകയുമാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങളൊക്കെയും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്ത കാര്യങ്ങൾ. ആ സത്യങ്ങളെ ഇളം തലമുറയ്ക്ക് കൈമാറി കൊടുക്കുകയും അതവരുടെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിച്ചതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ ശ്വാസതാളം പോലെ നിലനിർത്തുകയും ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മതാധ്യാപകർക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മതാധ്യാപകരെ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് സമാനമായി മറ്റൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് അധിക്ഷേപം പറയുമ്പോൾ നമ്മളെന്തോ വലിയ അബദ്ധങ്ങളിലൂടെ നടക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകരുത്. മറിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ സജീവവും സനാതനവുമായ മൂല്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ 99% സത്യവിശ്വാസത്തിൻ്റെ വഴിയിൽ കൃത്യതയോടെ വളരുന്നു എന്നുള്ളത് നമ്മുടെ മതപരിശീലനം അഥവാ വിശ്വാസ പരിശീലനം ഫലപ്രദമാണ് എന്നുള്ളതിൻ്റെ തെളിവും സാക്ഷ്യവുമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിക്കുന്നത് സൺഡേ സ്കൂളിൽ നിന്നാണ്. അതായത് ജീവിതത്തിൽ നിങ്ങൾ മാത്തമാറ്റിക്സും സുവോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ മറ്റ് ക്ലാസ്സുകളിലൂടെ പഠിക്കുന്നുണ്ടാകാം. പക്ഷേ എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യ വ്യക്തിയാവുക, എങ്ങനെയാണ് ദൈവം വിഭാവനം ചെയ്ത രീതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തേണ്ടത് എന്ന് പഠിക്കുന്നത് ഈ വിശ്വാസ പരിശീലന ക്ലാസ്സിലാണ്. ഈ വിശ്വാസ പരിശീലന ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിന് മുഴുവനും ദിശാബോധം നൽകുന്ന ക്ലാസ്സാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്പം കൂടി സമയമെടുക്കും. എങ്കിലും നിങ്ങൾ ആ സത്യത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വഴിയിലെല്ലാം ബ്ലോക്കായതുകൊണ്ട് ഞാൻ എത്തിച്ചേരാൻ അല്പം സമയം താമസിച്ചു എന്നുള്ളത് മറ്റൊരു പ്രോഗ്രാം കഴിഞ്ഞു വന്നതുകൊണ്ടാണ്. എനിക്കുണ്ടായ അസൗകര്യത്തിൽ ഞാൻ ഖേദിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൻ്റെ സമയം കുറച്ചുകൊണ്ട് എൻ്റെ വരാനുള്ള കാലതാമസത്തെ പരിഹരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേരുന്നു. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന അതിരൂപതയാണ്. ഇവിടെ എന്തോ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളാരും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ കുഞ്ഞു കുഞ്ഞ് ആശയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അവയൊക്കെയും രമ്യമായും ഹൃദ്യമായും ശാന്തമായും പരിഹരിക്കാൻ തക്ക നന്മയുള്ള വൈദികരും അതുപോലെ ആത്മായ നേതാക്കളുമാണ് നമ്മുടെ അതിരൂപതയ്ക്കുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും ഈ അതിരൂപതയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ അതിരൂപത ഈശോയുടെ തിരുഹൃദയത്തിൽ എന്നും സുരക്ഷിതമാണ്. നമ്മുടെ അമ്മയും അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണയിലാണ് നാം വളരുന്നത്. അതുകൊണ്ട് നമ്മുടെ സിറോ മലബാർ സഭയിലെ എല്ലാ രൂപതകൾക്കും എക്കാലവും മാതൃകയും പ്രചോദനവുമായി നിൽക്കുന്ന രൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. ഏതാനും നാളുകളിലായി ചെറിയ ആശയവ്യത്യാസങ്ങൾ കാണുമ്പോൾ നമ്മളെ ആർക്കും എഴുതിത്തള്ളാനാവാത്ത വിധം നിങ്ങളുടെ അടിത്തറ അത്രമേൽ ഭദ്രമാണ്. നിങ്ങളുടെ വിശ്വാസ പരിശീലന പദ്ധതികൾ അത്രമേൽ മാതൃകാപരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിരൂപതയുടെ ഭാവി ഭദ്രമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ഒപ്പം പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് സഞ്ചരിക്കാം. നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
ത്രിയേക ദൈവം സത്യവിശ്വാസത്തിൻ്റെ അനുഗ്രഹത്താലും സർവ നന്മയുടെ കൃപയാലും വഴി നടത്തട്ടെ എന്ന് പരിശുദ്ധാത്മാവായ ദൈവം ഈ പെന്തക്കുസ്താ തിരുനാളിൽ നമ്മുടെ അതിരൂപതയിലെ എല്ലാ വിശ്വാസികളുടെയും ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഈശോയുടെ തിരുനാമത്തിൽ അറിയിക്കുന്നു. ദൈവത്തിന്